Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുതിര കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ തോരനായിട്ടാണ്. ഈ ഒരു മുതിര എന്ന് പറയുന്നത് ഒത്തിരി അയേൺ, കാൽഷ്യം, പ്രോട്ടീനൊക്കെ ഒത്തിരി ഉള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാൽഷ്യം ഈ പറഞ്ഞ പരിപ്പ് വർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കാൽഷ്യം ഉള്ളത് ഈ ഒരു മുതിരയ്ക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ അത്തരത്തിലുള്ള ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 1.5 കപ്പോളമുള്ള മുതിര ഒരു തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് പിറ്റേ ദിവസം നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു 4 വിസിലിൽ. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി കുതിർത്തിട്ടുള്ള മുതിര ഈ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് ഒരു 4 വിസിൽ വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുക്കറിൽ എത്രയാണോ സാധാരണ വെക്കാറ് ആ ഒരു വിസിലിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 വിസിൽ കഴിഞ്ഞ് തുറന്ന് നോക്കി. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടൊന്നുമില്ല, ഒരു പാകത്തിനുള്ള വേവിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു നാടൻ ഭക്ഷണ രീതിയിലായതുകൊണ്ട്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ ഞാൻ കറിവേപ്പില ഒന്ന് കീറി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ മുതിര വെള്ളത്തിൽ ഞാനൊന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമ്മളിത് തോരനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളിയും സവോളയൊക്കെ നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ നിറമൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ച്. ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം കൂടെയുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ചമണക്ക് മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മുതിര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊരു തോരനായതുകൊണ്ട് തന്നെ ഞാൻ അല്പം തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ഉള്ള ചെരുവിയ തേങ്ങ ചേർത്ത്, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്തിട്ടുണ്ട്, ചെരുവിയത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെരുവിയ തേങ്ങയ്ക്ക് പകരം തേങ്ങാക്കൊത്തും ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ ഇവിടെ റെഡിയാണ്. ചിലപ്പോൾ ഇതുപോലെ വെക്കുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ ഇനി വെക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് രാവിലെ നമുക്ക് എന്താ പറയുക, ഈ ഒരു പുട്ടിനൊപ്പമൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. എനിക്കറിയില്ല എല്ലാവർക്കും അത് ഇഷ്ടമാവും എന്നുള്ളത്, പക്ഷെ പുട്ടിനൊപ്പം ഞങ്ങൾ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ചോറിന് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുതിര തോരൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.